മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ്. CMRL എക്സാലോജിക് കരാറിൽ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. CMRLനും കമ്പനിയിലെ പ്രധാന ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. CMRL എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സാലോജിക് കമ്പനി ഉടമ വീണ വിജയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. CMRLനും കമ്പനിയിലെ പ്രധാന ഉദ്യോഗസ്ഥർക്കും ഒപ്പം നോട്ടീസ് അയച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. മാത്യു കുഴൽനാടന്റെ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരുന്നു സംബോധന. എന്നാൽ റിവിഷൻ ഹർജിയിൽ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി എന്ന പ്രയോഗം ഒഴിവാക്കി. ഇത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സർക്കാർ നിലപാടെടുത്തു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാർ എതിർകക്ഷിയല്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതി അറിയിച്ചു. കോടതി ഇന്ന് റിവിഷൻ ഹർജി ഫയലിൽ സ്വീകരിച്ച എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ കോടതി ഇത് പരിഗണിച്ചപ്പോൾ ഇതിനു മുമ്പ് ഫയൽ ചെയ്തിരുന്ന മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിനോട് ഒന്നിച്ച് പരിഗണിക്കാമെന്നാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. കോടതി അല്ലെങ്കിൽ അംഗീകരിച്ചില്ല. ഹർജി അഡ്മിറ്റ് ചെയ്ത് പിണറായി വിജയനും മകൾക്കും അടക്കം നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി സ്വദേശി ജി ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഗിരീഷ് ബാബുവിന്റെ മരണശേഷം കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നാണ് അഭിഭാഷകൻ നേരത്തെ ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഇതിനു പിന്നാലെ കേസ് നടത്തിപ്പിന് അമിക്കസ് ക്യൂറിയെയും നിയോഗിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിക്കാരൻ നിലവിലില്ലെങ്കിലും ഹർജി നിലനിൽക്കുമെന്ന നിലപാട് സിംഗിൾ ബെഞ്ച് ആവർത്തിച്ചു. 2 കേസുകളും ഒരുമിച്ച് പരിഗണിക്കരുതെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ച ഹൈക്കോടതി മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ജൂലൈ 2 വാദം കേൾക്കും. ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഈ റിവിഷൻ ഹർജി ഹൈക്കോടതി ജൂലൈ 3 പരിഗണിക്കും. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.